അമ്മ വിളിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ. വേഗം വരൂ അച്ഛാ, വിശന്നിട്ട് വയ്യ. അത്രയ്ക്ക് വിശന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പോയി കഴിച്ചൂടെ? വിശപ്പൊക്കെ ഉണ്ട്, പക്ഷെ അച്ഛൻ വന്നിട്ടേ ഞങ്ങൾ കഴിക്കുന്നുള്ളൂ. ഹാ, എങ്കിൽ ശരി, ഒരു 2 മിനിറ്റ് കൂടെ ഇതൊന്ന് തീർത്താൽ ഇപ്പൊ തന്നെ വരാം. വേഗമാവട്ടെ, അല്ലെങ്കിൽ ആഹാരം തണുത്തു പോവും. കാവ്യ പറഞ്ഞത് കേട്ട് ചിരിച്ചുകൊണ്ട് ഹരിയ തന്റെ ജോലി തുടർന്നു. ഈ കഥ ഹരിയയുടെ 2 പെൺമക്കളുടെ കഥയാണ്. അവരുടെ പേരാണ് കാവ്യയും കീർത്തിയും. അവർ രണ്ടുപേരും അച്ഛൻ ഹരിയോടും അമ്മ ഗീതയോടുമൊപ്പം ഗ്രാമത്തിലായിരുന്നു താമസിച്ചിരുന്നത്. അവരുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ അവർക്ക് വലിയൊരു നിലമുണ്ടായിരുന്നു. അതിന്റെ ഒരു വശത്ത് വലിയൊരു തടാകവും. ഒരു ദിവസം വീട്ടിലേക്ക് പോകുന്ന വഴി, ഈ വയലുകൊണ്ട് നമുക്ക് ആവശ്യമുണ്ട്, പക്ഷേ ഈ തടാകം കൊണ്ട് നമുക്ക് ഒരു പ്രയോജനവുമില്ല. അച്ഛൻ എന്താണിത് വിൽക്കാത്തത്? ഹാ, അത് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് നമുക്ക് കുറെ സാധനങ്ങൾ വാങ്ങിക്കൂടെ? അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് മോളെ. ഈ തടാകം നിങ്ങളുടെ മുത്തച്ഛന്റെ ഒരേ ഒരു ഓർമ്മയാണ്. അറിയാമോ, ഒരുപാട് വർഷം കഷ്ടപ്പെട്ട അദ്ദേഹം ഇത് കുഴിച്ചത്. സത്യമായിട്ടും ഇത്രയും വലിയ തടാകം അദ്ദേഹം ഒറ്റയ്ക്ക് കുഴിച്ചെന്നോ? വർത്തമാനം പറഞ്ഞു പറഞ്ഞ് ഹരിയയും മക്കളും വീട്ടിലെത്തി. വീട്ടിൽ ഗീത എല്ലാവർക്കുമുള്ള ഭക്ഷണം വിളമ്പി. അവർ ഒന്നിച്ചത് കഴിക്കുകയായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ, അച്ഛാ പറയൂ, എന്നിട്ട് എന്തുണ്ടായി? ശരി, നിങ്ങൾക്ക് രണ്ടുപേർക്കും മുഴുവൻ കഥയും അറിയണോ? ഹാ അച്ഛാ, പറയുന്നേ. എന്നാ കേട്ടോളൂ. ഒരു നാൾ നമ്മുടെ ഗ്രാമത്തിൽ വലിയ വരൾച്ചയുണ്ടായി. വളരെ കഷ്ടത നിറഞ്ഞ നാളുകളായിരുന്നു അത്. പക്ഷേ ആ സമയത്തും നിങ്ങളുടെ മുത്തശ്ശൻ ധൈര്യം കൈവിട്ടില്ല. ആ വർഷം മഴ പെയ്തില്ലായിരുന്നുവെങ്കിൽ ആരുടെയും പക്കൽ ഒന്നും തന്നെ ബാക്കിയുണ്ടാകുമായിരുന്നില്ല. എന്നിട്ട് എന്തുണ്ടായി അച്ഛാ? അപ്പോ അദ്ദേഹം ചിന്തിച്ചു, ഇനി അടുത്ത തവണ ഇതുപോലെ സംഭവിച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ല എന്ന്. അങ്ങനെ അദ്ദേഹം കലപ്പയെടുത്ത് തന്റെ വയലിൽ തന്നെ കുഴിയെടുക്കുവാൻ ആരംഭിച്ചു. ഉണങ്ങിയ നിലത്തോ അച്ഛാ? അതെ, ആ ഉണങ്ങിയ നിലത്തിൽ അദ്ദേഹം മണ്ണ് വെട്ടിക്കൊണ്ടേയിരുന്നു. ഗ്രാമത്തിലുള്ളവർ വിചാരിച്ചു അദ്ദേഹത്തിന് വട്ടുപിടിച്ചെന്ന്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. മാസങ്ങളോളം അദ്ദേഹം ഒറ്റയ്ക്ക് ആ നിലം കുഴിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ അത് വലിയൊരു കുഴിയും പിന്നീട് അതൊരു തടാകവുമായി മാറി. പിന്നെ അതിൽ നിന്ന് വെള്ളം വന്നോ അച്ഛാ? അങ്ങനെ അങ്ങ് വെള്ളം വരുമോ? അദ്ദേഹം കാത്തിരുന്നു. പിന്നെ മഴ വന്നപ്പോൾ ആളുകൾ അന്തം വിട്ടു. കാരണം മഴയോടൊപ്പം ആ വലിയ കുഴി ഒരു സുന്ദരമായ തടാകമായി മാറിയിരുന്നു. അതിൽ നിറയെ വെള്ളവും വന്ന് നിറഞ്ഞു. അപ്പോഴാണ് ഗ്രാമത്തിലെ ആളുകൾ യഥാർത്ഥത്തിൽ അച്ഛൻ മഴവെള്ളം സംഭരിക്കുവാനുള്ള തടാകമാണ് നിർമ്മിച്ചതെന്ന് മനസ്സിലാക്കിയത്. അടുത്ത വർഷം മഴ ലഭിക്കുന്നത് വരെ അതെല്ലാവർക്കും പ്രയോജനം ചെയ്യുമെന്നും. അരെ വാ, മുത്തശ്ശൻ കലക്കിയല്ലോ. ഇന്ന് നിങ്ങളുടെ മുത്തശ്ശൻ നമ്മളോടൊപ്പം ഇല്ല, പക്ഷെ അദ്ദേഹം തന്ന ആ തടാകമുണ്ട്. പിന്നെ ആ പാഠം, കഷ്ടതയുടെ സമയത്തും ആത്മവിശ്വാസം കൈവിടരുതെന്ന്. രണ്ടും നമ്മുടെ കൂടെയുണ്ട്. ഹാ, നിങ്ങൾ പറഞ്ഞത് ശരിയാണച്ചാ. ഓ ഓ ഓ, നിങ്ങളുടെ കഥ കഴിഞ്ഞെങ്കിൽ ഇനി ആഹാരം കഴിക്കൂ. ഭക്ഷണം മുഴുവൻ തണുത്തു തുടങ്ങി. അച്ഛാ, അമ്മ വലിയ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. അത് സാരമില്ല, കഷ്ടതയുടെ സമയത്ത് തോറ്റുകൊടുക്കാൻ പാടില്ല. വേഗം കഴിച്ചോ, കാര്യം കൈവിട്ടു പോകുന്നതിന് മുമ്പ്. കാവ്യയും ഹരിയായും അടക്കി ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു വർഷങ്ങൾ കടന്നുപോയി. അങ്ങനെ ഒരു വർഷം അവരുടെ ഗ്രാമത്തിൽ പിന്നെയും വരൾച്ചയുണ്ടായി. കുടുംബം വളരെ കഷ്ടതയിലായിരുന്നു. ഹരിയായ്ക്കും രോഗം പിടിപെട്ടു. ചൂടും അസുഖവും കൊണ്ട് ഹരിയായും തടാകവും രണ്ടും വരണ്ടു വന്നു. ഹരിയായുടെ രോഗം ദിനംപ്രതി കൂടിക്കൂടി വന്നു. അങ്ങനെ ഒരു ദിവസം, അമ്മേ, നിങ്ങൾ വിഷമിക്കാതിരിക്ക്, നമുക്ക് അച്ഛനെ പട്ടണത്തിൽ കൊണ്ടുപോയി നല്ല ചികിത്സ കൊടുക്കാം. പക്ഷേ നമ്മുടെ കയ്യിൽ എവിടെയാണ് അത്രയ്ക്കും പണം? നമുക്ക് കടം വാങ്ങാം അമ്മേ. ഞാൻ ഇപ്പോൾ തന്നെ ചെന്ന് ആ പലിശക്കാരനോട് സംസാരിക്കാം. അയാൾ ഭയങ്കര അഹങ്കാരിയാണ് കീർത്തി, നീ സൂക്ഷിക്കണം കുഞ്ഞേ. കീർത്തി ഗ്രാമത്തിലെ പലിശക്കാരന്റെ അടുത്ത് ചെന്ന് വീട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയിക്കുന്നു. ഹരിയ നല്ലൊരു മനുഷ്യനാ, അതുകൊണ്ട് ഞാൻ നിനക്ക് പണം കടം നൽകാം. പക്ഷെ പകരം നീ ഇവിടെ എന്തു വയ്ക്കും? പറയൂ. ഞങ്ങളുടെ പക്കൽ ഒരു തടാകം മാത്രമാണുള്ളത് ഭാൻസിംഗ് ജി. അതെ, ആർക്കും വേണ്ടാത്ത തരിശായ തടാകം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് കൊച്ചെ? ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ വയലിന്റെ പ്രമാണം കൊണ്ടുവരൂ, എന്നിട്ട് 2 ലക്ഷം രൂപ എടുത്തോളൂ. സമ്മതിച്ചോ? കീർത്തി അവരുടെ വയലിന്റെ പ്രമാണം ഈടുവയ്ക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം അതായിരുന്നു അവരുടെ ഏക വരുമാന മാർഗം. പക്ഷേ മനസ്സില്ലാ മനസ്സോടെ അവൾ തങ്ങളുടെ നിലത്തിന്റെ പ്രമാണം ഭാൻസിംഗിനെ ഏൽപ്പിച്ച് 2 ലക്ഷം രൂപ കടമായി കൈപ്പറ്റി. അമ്മ വിഷമിക്കണ്ട, നമുക്ക് അച്ഛന് നല്ല ചികിത്സ കൊടുക്കാൻ കഴിയും. അച്ഛൻ പഴയതുപോലെ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരും. ദൈവം സഹായിച്ച് അങ്ങനെ തന്നെ ആവട്ടെ. കുറച്ചു സമയത്തിന് ശേഷം അവരെല്ലാവരും ബസ്സിൽ കയറി പട്ടണത്തിലേക്ക് യാത്രയായി. പട്ടണത്തിലെ ആശുപത്രിയിൽ എത്തിയപ്പോൾ അവർ മനസ്സിലാക്കുന്നു ഹരിയയുടെ കിഡ്നി തകരാറിലാണെന്നും അതിന്റെ ചികിത്സയ്ക്കായി 4 ലക്ഷം രൂപ ആവശ്യമാണെന്നും. അത് കേട്ട് 2 പെൺകുട്ടികളും വിഷമിക്കുന്നു. ചികിത്സയ്ക്കായുള്ള ബാക്കി തുക എങ്ങനെ കണ്ടെത്തുമെന്ന് അവർ ആകുലപ്പെടുന്നു.
കീർത്തി, നീ ഒരു കാര്യം ചെയ്യ്. കാവ്യയും കൂട്ടി വീട്ടിലേക്ക് പോകൂ. അവിടെ ചെറിയ മുറിയിൽ ഒരു പഴയ പെട്ടിയുണ്ട്. അതിൽ എന്റെ കുറച്ച് ആഭരണങ്ങളുണ്ട്. വേഗം പോയി അതെല്ലാം എടുത്തുകൊണ്ടുവാ. അതുകൊണ്ട് എന്താവാനാണ്? നമുക്ക് ഇനിയും 2 ലക്ഷം രൂപ കൂടെ വേണം. അത് കുറച്ചെങ്കിലും ആകുമല്ലോ. ബാക്കി നമുക്ക് നോക്കാം. ഗീതയുടെ വാക്കുകൾ മാനിച്ച് രണ്ടുപേരും തിരിച്ചു ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. അവർ വീട്ടിലെത്തിയ ഉടൻ തന്നെ ഗീത പറഞ്ഞ പെട്ടി തുറന്നു നോക്കുന്നു. അവരാദ്യമായിട്ടാണ് ആ പെട്ടി തുറക്കുന്നത്. തുറന്നപ്പോൾ തന്നെ പെട്ടിയിൽ നിന്ന് കുറച്ച് മണ്ണ് പുറത്തു വന്നു. പിന്നെ ഒരു ചുവന്ന തുണിയിൽ പൊതിഞ്ഞ ഗീതയുടെ കുറച്ച് ആഭരണങ്ങളും ഉണ്ടായിരുന്നു. എന്റെ ദൈവമേ, ഇതെന്റെ അമ്മയുടെ കല്യാണ ആഭരണങ്ങളാണ്. ഇതും വിൽക്കേണ്ടി വന്നല്ലോ. ഞങ്ങളെ സഹായിക്കണേ ദൈവമേ. അപ്പോഴാണ് കാവ്യയുടെ കണ്ണുകളിൽ പെട്ടിയുടെ താഴെയുള്ള ഉയർന്നിരിക്കുന്ന ഭാഗം ശ്രദ്ധയിൽപ്പെടുന്നത്. അവൾ പെട്ടിക്കിടയിലുണ്ടായിരുന്ന ഒരു തടികഷ്ണം മാറ്റിയപ്പോൾ അവൾക്കൊരു ചെറിയ പെട്ടി ലഭിച്ചു. കീർത്തി, ഇതെന്താണ് ഇങ്ങനെ ഒളിച്ചു വെച്ചിരിക്കുന്നത്? അറിയില്ല, നമുക്ക് തുറന്നു നോക്കാം. കീർത്തി ആ ബോക്സ് തുറന്നപ്പോൾ അതിൽ നിന്നൊരു വലിയ താക്കോലും കൂടെ ഒരു കത്തും കിട്ടി. ആ കത്ത് അവരുടെ മുത്തശ്ശൻ തന്റെ മകൻ ഹരിയയ്ക്ക് എഴുതിയതായിരുന്നു. കീർത്തി ആ കത്ത് വായിക്കാൻ തുടങ്ങി. മോനെ ഹരിയ, എനിക്കറിയാം നീ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്. പക്ഷെ ഇപ്പോൾ എനിക്ക് വയസ്സായി. പിന്നെ എന്റെ ഈ രോഗം എന്നെയും കൊണ്ടേ പോകുകയുള്ളൂ. നീ നിന്റെ ജീവിതത്തിലെ സമ്പാദ്യമെല്ലാം എന്റെ ചികിത്സയ്ക്കായി ചെലവഴിച്ചു. പക്ഷേ ഇത് ശരിയായ കാര്യമല്ല. ഇനി നിന്റെ കുഞ്ഞുങ്ങൾക്കും പൈസയുടെ ആവശ്യമുണ്ടാകില്ലേ? ഞാനൊരു രഹസ്യം സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അത് നിന്റെ കുഞ്ഞുങ്ങൾക്ക് പണം ആവശ്യമായി വരുമ്പോൾ അവർക്ക് ഉപകരിക്കും. തടാകം കുഴിക്കുന്ന സമയത്ത് എനിക്കൊരു നിധി കിട്ടിയിരുന്നു. ഈ ചാവി നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാകും. ഈ ചാവി ശരിക്കും എന്റെ ഹൃദയത്തിന്റെ ചാവിയാണെന്ന് മാത്രം ഓർക്കുക. ഇനി മുത്തശ്ശൻ എവിടെയെങ്കിലും പൈസയോ ആഭരണങ്ങളോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകോ? കാവ്യ, അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് മുത്തശ്ശന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് ആവശ്യമായതെല്ലാം ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷെ അദ്ദേഹം അത് അച്ഛനും നമ്മൾക്കും വേണ്ടി മാറ്റിവെച്ചു. അദ്ദേഹത്തിന്റെ ജീവൻ ത്യാഗം ചെയ്തു. പക്ഷെ അച്ഛന് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന് എങ്ങനെ അറിയാൻ കഴിയും? ഈ പെട്ടി ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയല്ലായിരുന്നോ? ഞാൻ എങ്ങനെയാണ് ഇത് കണ്ടത്? പക്ഷെ കീർത്തി, ഈ കത്തിന്റെ അവസാനം ഒരു പസിലാണല്ലോ. ഇപ്പോൾ മുത്തശ്ശന്റെ ഹൃദയം എങ്ങനെയാണ് കണ്ടെത്തുക? ബുദ്ധു, അതിലൊരു സൂചനയില്ലേ? ചാവി അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെയാണെന്നല്ലേ? അതിനർത്ഥം അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ടത് എന്തോ ഒന്നിന്റെ. മുത്തച്ഛന് പ്രിയപ്പെട്ടത് അച്ഛനല്ലേ? പക്ഷെ അച്ഛൻ എന്തിനാണ് ചാവി? മറ്റെന്തെങ്കിലും ചിന്തിക്കൂ. ചേച്ചി, അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത് ആ തടാകമാണ്. സബാഷ്, ശരിയാണ് പറഞ്ഞത്. പക്ഷെ ഇത്രയും വലിപ്പമുള്ള തടാകത്തിൽ നമ്മൾ എങ്ങനെയാണ് ചാവി ഇടുക? ചിന്തിച്ചു നോക്ക്. ചേച്ചി, ചാവി തീർച്ചയായും ഒരു പൂട്ടിന്റേതായിരിക്കും. പൂട്ട് തീർച്ചയായും ഒരു സാധനം സംരക്ഷിക്കുന്നുണ്ടാകും. ഏതെങ്കിലും പഴയ പെട്ടി പോലെ. പക്ഷെ അങ്ങനെ ഒരു പഴയ പെട്ടി തടാകത്തിൽ നിന്ന് എങ്ങനെ കണ്ടെത്തും? അതിന് ഒരുപാട് സമയവും എടുക്കും. പണം എത്രയും പെട്ടെന്ന് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്താണിപ്പോ ചെയ്യുക? കിട്ടിപ്പോയി. സമ്മതിച്ചു. മുത്തച്ഛൻ വളരെ ബുദ്ധിമാനായിരുന്നു. എന്നുവെച്ചാൽ അദ്ദേഹം ഒരു സൂചനയിൽ തന്നെ 2 തരങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ട്. ഹൃദയം എവിടെയാണ് ഇരിക്കുന്നത്? ശരീരത്തിന്റെ ഒത്ത നടുക്ക്. നമ്മൾ തടാകത്തിന്റെ നടുവിലാണ് കുഴിച്ചു നോക്കേണ്ടത്. വാവ് ചേച്ചി, നിങ്ങളെ ഞാൻ സമ്മതിച്ചു. ഒരു കാര്യം ഉറപ്പാണ്, മുത്തശ്ശൻ വളരെ ബുദ്ധിശാലിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു വരും തലമുറയും ബുദ്ധിശാലികളായിരിക്കുമെന്ന്. നമ്മൾ രണ്ടുപേരും ഇത്രയും ട്രിക്കി പസിലിന് ഉത്തരം കണ്ടെത്തിയില്ലേ? കാവ്യയുടെ വാക്കുകൾ കേട്ട് കീർത്തി പുഞ്ചിരിച്ചു. അങ്ങനെ രാത്രി അവർ തടാകത്തിൽ കുഴിയെടുക്കാൻ ആരംഭിച്ചു. കുറച്ചു കുഴിച്ചപ്പോൾ തന്നെ അവർക്ക് അവിടെ നിന്നും ഒരു പെട്ടി ലഭിച്ചു. അത് തുറന്നപ്പോൾ അതിൽ നിറയെ സ്വർണത്തിന്റെ നാണയങ്ങളായിരുന്നു. ചേച്ചി, ഇത് മുഴുവൻ സ്വർണ്ണ നാണയങ്ങളാണോ? കാവ്യ, ഇതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. മുത്തശ്ശൻ നമ്മെ വിട്ടു പോയെങ്കിലും പോകും മുന്നേ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു. അടുത്ത ദിവസം കീർത്തി കുറച്ച് നാണയങ്ങൾ അടുത്തുള്ള സ്വർണ്ണക്കടക്കാരന് വിറ്റു. അതിനു പകരം കുറെ അധികം പണം വാങ്ങി. അതുകൊണ്ട് ഹരിയയുടെ ചികിത്സയും നടത്തി പലിശക്കാരന്റെ പണവും തിരികെ നൽകി. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ, മോളെ, നിന്റെ പക്കൽ ഇത്രയും പൈസ എങ്ങനെ വന്നുവെന്ന് നീ ഇതുവരെയും പറഞ്ഞില്ലല്ലോ. കീർത്തി മുത്തശ്ശന്റെ കത്ത് ഹരിയയ്ക്ക് നൽകി. കാവ്യ അവരോട് കഥകളെല്ലാം പറഞ്ഞു. മോളെ, ബാക്കിയുള്ള നാണയങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? അമ്മേ, അത് വിറ്റ് നമുക്ക് ഈ തടാകം വലുതും സുന്ദരവുമാക്കാം. അതിൽ ഭംഗിയുള്ള മീനുകളെയും ഇടാം. അതിനോടടുത്തൊരു പൂന്തോട്ടം ഉണ്ടാക്കി ആളുകൾക്കിരിക്കാനുള്ള സൗകര്യവും ഒരുക്കാം. അവർക്കിവിടെ വന്ന് തടാകത്തിന്റെ കരയിലിരുന്ന് തണുത്ത് ശുദ്ധമായ വെള്ളവും കുടിക്കാം. അത് കണ്ട് മുത്തശ്ശന് സന്തോഷമാകും. വൃന്ദയ്ക്ക് 2 പെൺമക്കളല്ലാതെ വേറെ ആരുമില്ലായിരുന്നു. മൂത്ത മകൾ സുനേന പണക്കാരനായ ആകാശിനെ കല്യാണം കഴിച്ച് നഗരത്തിൽ താമസിക്കുകയായിരുന്നു. അങ്ങനെ വൃന്ദയുടെ ഇളയ മകളായ വർഷയുടെ കല്യാണവും അതേ നഗരത്തിലെ സാധാരണ ഒരു പയ്യനുമായി നടന്നു. ആ നഗരത്തിൽ മൂത്ത മകളും ഉണ്ടായിരുന്നു.
കുറെ നാളായി വൃന്ദ സ്വന്തം മക്കളെ ഒന്ന് കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ മക്കളെ ഒന്ന് കാണാൻ നഗരത്തിലേക്ക് പോകാമെന്ന് കരുതി. രാമലാലേ, മക്കളെ കാണാൻ പോവാ. നല്ല ലഡുവും മുറുക്കും ഒക്കെ തരണം. നല്ല നെയ്ല് വേണം ഉണ്ടാക്കാൻ. ഞാൻ അവരെ കണ്ടിട്ട് വന്നിട്ട് പൈസ തരാം. ഒന്നുകൊണ്ടും പേടിക്കേണ്ട വൃന്ദ ചേച്ചി, മധുര പലഹാരങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാവില്ല. നിങ്ങളുടെ മോളുടെ ഭർത്താവിൻ്റെ വീട്ടുകാര് എന്തായാലും നിങ്ങളെ പുകഴ്ത്തി പറയും. അങ്ങനെയുള്ള മധുരപലഹാരങ്ങളാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അറിയാവോ? ശരി ശരി, ആയി കഴിയുമ്പോ ഒന്ന് വീട്ടിലേക്ക് വന്ന് തന്നേക്കണം. രാവിലത്തെ ബസ്സിന് എനിക്ക് അങ്ങോട്ട് പോകണം. അങ്ങനെ രാവിലെ തന്നെ ബസ് കയറി വൃന്ദ നേരെ മൂത്ത മകളായ സുനേനയുടെ വീട്ടിലേക്ക് പോകും. വൃന്ദ 2 മക്കളോടും വരുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു. പെട്ടെന്ന് അമ്മയെ കാണുമ്പോ തന്നെ സുനേനയുടെ മുഖം വല്ലാണ്ട് തന്നെയാകും. അമ്മ, എന്താ ഇവിടെ പെട്ടെന്ന്? എന്താ എന്നോട് പറയാതിരുന്നത്? ഞാൻ കരുതി പെട്ടെന്ന് എന്നെ കാണുമ്പോ നിനക്ക് സന്തോഷാവൂല്ലോ. നിനക്ക് ഞാൻ വന്നത് ഇഷ്ടായില്ലേ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല അമ്മ. കെട്ടിച്ചു വിട്ടത് വലിയ വീട്ടിലല്ലേ അമ്മ, അതുകൊണ്ടാ. അമ്മയ്ക്കറിയാലോ, ഇവിടെ വലിയ വലിയ ആൾക്കാർ എപ്പോഴും വന്നും പോയിരിക്കും. അമ്മ പെട്ടെന്ന് വന്നതുകൊണ്ടേ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, അതാ. ഇന്ന് ആകാശ് ചേട്ടന്റെ കുറച്ച് ഫ്രണ്ട്സേ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ആ കാര്യം നോക്കണം. അമ്മ ഒരു കാര്യം ചെയ്യ, എന്റെ റൂമിൽ പോയിരുന്നോ. രാമു ചേട്ടൻ അമ്മയ്ക്ക് കഴിക്കാനുള്ള ആഹാരവും ചായയും തരും. ആ മോളെ, ആദ്യം നീ ആകാശിന്റെ കാര്യം നോക്ക് കേട്ടോ. ഞാൻ നിന്റെ റൂമിലിരുന്നോളാം. ആഹാരമൊക്കെ എനിക്ക് പിന്നെ മതി. ഞാൻ വരുന്ന വഴിക്ക് ചപ്പാത്തി അച്ചാറും കൊണ്ടുവന്നായിരുന്നു. എനിക്കാണെ വിശപ്പുമില്ല. ആ മോളെ, പിന്നില്ലേ, രാമുചേട്ടന്റെ കടയിൽ നിന്ന് ഞാനേ മധുരപ്പലഹാരം കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്കത് അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ, ചേട്ടന്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഈ കാര്യമൊക്കെ പിന്നെ സംസാരിക്കാം. പെട്ടെന്ന് പോയി റൂമിലിരിക്കെ. ഇപ്പൊ ഇതൊന്നും തുറക്കണ്ട കേട്ടോ. സുനേന പറഞ്ഞത് കേട്ട് വൃന്ദയ്ക്ക് ആകെപ്പാടെ വിഷമമായി. ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് നേരെ അങ്ങ് പോയി. 2 മണിക്കൂറായിട്ട് മുറിയിൽ ആരും വന്നില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും വൃന്ദയോട് ചോദിച്ചില്ല. കുറെ നേരം കഴിഞ്ഞ് സുനേനയുടെ ഭർത്താവ് ആകാശ് അങ്ങോട്ടേക്ക് വരും. അവിടെ വൃന്ദ ഇരിക്കണത് കാണുകയും ചെയ്യും. അയ്യോ അമ്മയോ, എപ്പോ വന്നു? അനുഗ്രഹിച്ചാലും. ആ മോനെ, നന്നായി വാ. കുറച്ചേരായി വന്നിട്ട്. സുനേന ഇവിടെ ഇരിക്കാൻ പറഞ്ഞു എന്നോട്. മോന്റെ കൂട്ടുകാരൊക്കെ വന്നിരിക്കല്ലേ, അതുകൊണ്ടാ കാണാതിരുന്നേ. അതെ അതെ, എൻ്റെ ഫ്രണ്ട്സ് വന്നിരുന്നു. അവരെല്ലാം പോയി. എൻ്റെ സുഹൃത്തിൻ്റെ വിവാഹ വാർഷികമായിരുന്നു ഇന്ന്. അയ്യോ സോറി അമ്മ, ഞാൻ മറന്നുപോയി അമ്മ വന്ന കാര്യം. കുറെ ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ടാ മറന്നുപോയി. അമ്മ രാമുചേട്ടനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കിപ്പിക്കാത്ത എന്ത്? ഇവിടെ അമ്മായി ആണെങ്കിൽ മൂത്ത ചേട്ടത്തിയുടെ വീട്ടിൽ പോയേക്കുവാ, അതാ പ്രശ്നം. ഇല്ലെങ്കിൽ അമ്മായി അമ്മയ്ക്ക് കൂട്ടു തന്നേനെ. അതുകൊണ്ടാ പറഞ്ഞിട്ട് വരാൻ പറഞ്ഞേ. രാമുചേട്ടാ, അമ്മയ്ക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കൂ. അയ്യോ വേണ്ട മോളെ, ഞാൻ ഒരു ദിവസത്തേക്ക് വന്നതാ. ഇനി രാത്രി വർഷയുടെ അവിടെ പോയി നിൽക്കാം. നിങ്ങളെ 2പേരെയും കണ്ടല്ലോ ഞാൻ. പിള്ളേരെവിടെ കാണുന്നില്ലല്ലോ. പിള്ളേരെ അമ്മായിയുടെ കൂടെ പോയേക്കുവാ. 2 ദിവസത്തെ അവധിയല്ലേ, അതുകൊണ്ടാ അങ്ങോട്ട് വിട്ടു. അമ്മ, ഞാൻ ലേറ്റ് ആവുന്നു, ഒന്ന് ഒരുങ്ങട്ടെ. അതിനെന്താ മോളെ. ആകാശ് മോനെ, എൻ്റെ അടുത്ത് അധികമൊന്നുമില്ല. ഇതെന്റെ അനുഗ്രഹമാണെന്ന് വിചാരിച്ച് നിങ്ങൾ 2പേരും മേടിക്കണോ ഇത്. എല്ലാവർക്കും വേണ്ടി ഞാൻ ലഡുവും മുറുക്കും കൊണ്ടുവന്നിട്ടുണ്ടേ. പിള്ളേർക്ക് കൊടുക്കണേ, കഴിക്കണേ. ഇത് നീയും പിടിച്ചോ. ഇനി എന്ന് കാണുമെന്നറിയില്ല. അമ്മ എന്തുവാ എപ്പോ നോക്കിയാലും ഇത്രയും അമ്മയ്ക്ക് തരാനുള്ളൂ? ഒരു കാര്യം ചെയ്യ്, ഇത് വർഷയ്ക്ക് കൊണ്ടേ കൊടുത്തേരെ. അവക്കല്ലേ പൈസയുടെ ആവശ്യം. ആകാശ് അമ്മയ്ക്ക് തിരിച്ചു കൊടുത്തേരെ. ദിനേശിന് ആവശ്യം വരും. ആ ശരി. അയ്യോ, എന്തിനാ മോളെ ഇങ്ങനെ? ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി. സുനേന പറയണ കേക്ക്. അമ്മ, എനിക്ക് ഓൾറെഡി ലേറ്റായി. ബ്യൂട്ടി പാർലറിൽ ഓൾറെഡി അപ്പോയിന്റ്മെന്റ് എടുത്തു വെച്ചേക്കുവാ. എന്താ? എനിക്ക് സമയമൊന്നുമില്ല. ആ പിന്നെ രാമുവിന്റെ അടുത്ത് പറഞ്ഞിട്ട് ആഹാരം കഴിച്ചിട്ട് പോണം. പോകുമ്പോ പറഞ്ഞിട്ട് പോണേ. ഇല്ലല്ലേ, ഗേറ്റ് എപ്പോഴും തുറന്നു കിടക്കും പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ. ഇവിടെയാണെങ്കിൽ കള്ളന്മാരുടെ ശല്യമുണ്ട്. ഒരുപാട് ആഗ്രഹത്തോടെയാണ് വൃന്ദ മകളെ കാണാൻ വന്നത്. പക്ഷെ സുനേനയുടെ പെരുമാറ്റം സ്വന്തം അമ്മയോട് അത് വളരെ ദുഃഖകരമായിരുന്നു. മൂത്ത മകളുടെ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ല. രാമുവിന്റെ അടുത്ത് പറഞ്ഞിട്ട് അവിടുന്ന് പുറപ്പെട്ടു. വൃന്ദയുടെ കണ്ണിൽ കണ്ണുനീരായിരുന്നു. അവൾ ആലോചിക്കുകയായിരുന്നു, മൂത്ത മകളുടെ അടുത്ത് എന്നപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇളയ മകളുടെ അടുത്ത് പോകുമ്പോൾ എന്താകുമെന്ന്. വൃന്ദ ആലോചിച്ച് നടക്കുകയായിരുന്നു റോഡിൽ. അപ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ അവിടെ വന്ന് നിൽക്കും. ആ ഓട്ടോറിക്ഷ ദിനേശിന്റെ ആയിരുന്നു. കാരണം ദിനേശ് ഓട്ടോറിക്ഷക്കാരനായിരുന്നു. ആ അമ്മയോ, അമ്മയെ ഇവിടെ ഇങ്ങനെ കണ്ടതിൽ എനിക്ക് ആശ്ചര്യം തോന്നുന്നു. അമ്മ നഗരത്തിൽ വന്നിട്ടും പറഞ്ഞില്ലല്ലോ ഇതുവരെ. അമ്മ വന്ന് ഓട്ടോയിലിരിക്കുക, ഞാൻ കൊണ്ടുവിടാം. അത് പിന്നെ ഞാൻ വർഷേനെ കാണാൻ വരികയായിരുന്നു. ആദ്യം സുനേന മോളെ കാണാന്ന് കരുതി. അവളെ കണ്ടിട്ട് വരുന്ന വഴിയാ. കൊള്ളാം, നല്ലത് തന്നെ. വളരെ സന്തോഷമുള്ള കാര്യമല്ലേ. വർഷയ്ക്ക് അമ്മയെ കാണുമ്പോൾ വളരെ സന്തോഷമായിരിക്കും. അമ്മ വന്ന് ഓട്ടോയിലിരിക്കും. നമുക്ക് തൊട്ടടുത്ത് എവിടെയെങ്കിലും പോയി തണുത്ത വെള്ളം മേടിക്കാം.
ദിനേശ് അടുത്തുള്ള കടയിൽ നിന്ന് പോയിട്ട് തണുത്ത വെള്ളം വാങ്ങിച്ച് നേരെ വൃന്ദയ്ക്ക് കൊണ്ട് കൊടുക്കും. ദിനേശ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കും. വൃന്ദയുടെ മുഖത്ത് ഒരിത്തിരി വിഷമവും ഇത്തിരി സന്തോഷവും കാണുന്നുണ്ടായിരുന്നു. കുറച്ചേരം കഴിയുമ്പോൾ ദിനേശ് നേരെ വീട്ടിലേക്ക് എത്തിക്കും. അമ്മയോ, എത്ര നാളായി അമ്മേനെ കണ്ടിട്ടൊന്ന്. അമ്മയ്ക്ക് അറിയില്ല എന്റെ സന്തോഷം അമ്മേനെ കണ്ടിട്ട്. ഷോ, എനിക്ക് എന്ത് വിഷമായിരുന്നു എന്നറിയോ? ഇദ്ദേഹത്തോട് ഞാൻ എപ്പോഴും പറയാം എനിക്ക് എന്റെ അമ്മയെ കാണണം. എനിക്കിപ്പോ സന്തോഷമായി, എന്റെ അമ്മ വന്നല്ലോ. വരുന്ന കാര്യം എന്താ എന്നോട് പറയാതിരുന്നേ? ആദ്യം സുനേന ചേച്ചിനെ കാണാൻ പോയല്ലേ? ഞാൻ ചെറുതല്ലേ, അതുകൊണ്ട് രണ്ടാമത് കാണാന്ന് കരുതിയല്ലേ? അത് സത്യ, ഞാൻ ആദ്യം സുനേനനെ കാണാനാ പോയത്. അവിടുന്ന് വരുന്ന വഴിയാ. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും വന്നത്. എന്റെ വീട്ടിലെ ഉണക്കറൊട്ടിയൊക്കെ കഴിക്കും അമ്മ. എന്നാലും പറ, അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഇന്ന് എന്റെ കൈകൊണ്ടുണ്ടാക്കി തരും. വൃന്ദ സന്തോഷവും കൊണ്ട് അവളോട് പറയും, അത് ഒരു ഇഞ്ചിയിട്ട ചായ ഉണ്ടാക്കി തരുമോ? മുട്ടുവേദനയാ. ചായ ഞാൻ ഉണ്ടാക്കി തരാം. അതേന്നേ, അമ്മയ്ക്ക് വേണ്ടി സമോസ വാങ്ങിച്ചോണ്ട് വാ. അമ്മ ഒന്നും കഴിച്ചില്ലെന്നാ തോന്നുന്നത്. ശരി, ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാം. ഇല്ല മോനെ, സമൂസ വേണ്ട. രാമുചേട്ടന്റെ കടയിലെ ലഡുവും മുറുക്കും ഉണ്ട്. രാമുചേട്ടന്റെ കടയിലെ പലഹാരമോ? ഇത് കഴിക്കാൻ എത്ര നാളായി കൊതിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഞാൻ പെട്ടെന്ന് ചായ ഉണ്ടാക്കിക്കൊണ്ട് വരാം, എന്നിട്ട് 3 പേർക്ക് ഇരുന്ന് കഴിക്കാം. വർഷയ്ക്ക് കുറച്ചൊക്കെ മനസ്സിലായി, പക്ഷെ അവൾ ഒന്നും ചോദിച്ചില്ലായിരുന്നു. അമ്മയോട് ചോദിച്ച അമ്മയ്ക്ക് വിഷമാവോന്ന് അവൾക്ക് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അമ്മയ്ക്ക് എത്രത്തോളം സന്തോഷം കൊടുക്കാൻ പറ്റുമോ അത്രയും കൊടുത്തോണ്ടിരുന്നു. ദിനേശും അതിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. കുറച്ചു ദിവസത്തേക്ക് വൃന്ദ ഇളയ മകൾ വർഷയുടെയും ദിനേശിന്റെ കൂടെ നിന്നു. രണ്ടുപേരും കൂടെ അമ്മേനെ കറക്കി, ഷോപ്പിംഗ് ചെയ്യിപ്പിച്ചു, നല്ല സാരി വാങ്ങിക്കൊടുത്തു. അവരെ കൊണ്ട് പറ്റുന്നതെല്ലാം അവർ ചെയ്തു കൊടുത്തു. അവിടുന്ന് പോകുന്ന വഴി വൃന്ദ ഒരു കാര്യം തീരുമാനിച്ചു. വീട്ടിലെത്തിയ ഉടനെ വൃന്ദ അവളുടെ വീടും സ്ഥലവും ഇളയ മകൾ വർഷയുടെ പേരിലാക്കി. കാരണം മൂത്ത മകൾ വലിയ പണക്കാരിയായിരുന്നു. മൂത്ത മകൾക്ക് ഒന്നിന്റെയും കുറവില്ലായിരുന്നു. ഇനി എന്തെങ്കിലും അവൾ കൊടുത്താൽ തന്നെ അവൾ അത് നിരസിക്കുകയും ചെയ്യും. ആവശ്യമുള്ള ഒരു സാധനം അത് ആവശ്യമുള്ളവർക്ക് മാത്രമേ അതിന്റെ വില മനസ്സിലാകുള്ളൂ. വർഷയുടെ മനസ്സ് വലുതായിരുന്നു. വർഷയ്ക്ക് ബന്ധങ്ങൾ വലുതു തന്നെയായിരുന്നു. അതുകൊണ്ട് വൃന്ദ ഇളയ മകൾ വർഷനെ തന്നെ സഹായിക്കാമെന്ന് കരുതി. അങ്ങനെ അവളുടെ വീടും സ്വത്തുമെല്ലാം വർഷയുടെ പേരിൽ ആക്കിക്കൊടുത്തു.